ഈ കോഴിക്കോട് PSC നിയമനവുമായിട്ട് ബന്ധപ്പെട്ട ഈ കോഴ വാങ്ങിച്ചതിൽ മുഖ്യമന്ത്രി, പൊതുമരാമത്ത് മന്ത്രി, CPM നേതൃത്വം പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ഇങ്ങനൊരു സംഭവമില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ ഏരിയ കമ്മിറ്റി അംഗവും CITU ജില്ലാ സെക്രട്ടറിയായ പ്രമോദ് കോട്ടൂലിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്? എന്നിട്ട് പറയും PSC മെമ്പറാകാൻ വേണ്ടിയിട്ടല്ല പണം മേടിച്ചത്, ആയുഷിൽ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ്. ഹോമിയോ ഡോക്ടർക്ക് ട്രാൻസ്ഫർ കിട്ടാൻ 22 ലക്ഷം രൂപയാണോ കേരളത്തിലെ റേറ്റ്? അപ്പോൾ അതൊരു കുറ്റകൃത്യമല്ലേ? ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ ഈ പരാതി കിട്ടിയിട്ട് എത്ര മാസമായി? മുഖ്യമന്ത്രിയുടെ കയ്യിൽ, പൊതുമരാമത്ത് മന്ത്രിയുടെ കയ്യിൽ, CPM നേതൃത്വത്തിൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു പാർട്ടി നേതാവ് PSC അംഗത്വത്തിന് വേണ്ടി പണം മേടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവരത് പോലീസിന് റെഫർ ചെയ്തോ? പാർട്ടി തന്നെയാണോ പോലീസ് സ്റ്റേഷൻ? പാർട്ടി തന്നെയാണോ കോടതി? ഇവർ തന്നെ തീരുമാനമെടുത്താൽ മതിയോ? ഇത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. ഈ കുറ്റത്തിൽ പങ്കാളികളായ ആളുകൾ വമ്പന്മാരുണ്ട്. അതുകൊണ്ടാണ് ഇത് പാർട്ടിയിൽ ഒതുക്കി തീർക്കുന്നത്. പാർട്ടി പണം കൊടുത്താണ് ഇത് ഒതുക്കി തീർക്കുന്നത്. പാർട്ടിയിലെ വമ്പന്മാർ ഒരു ചെറിയ സ്രാവിനെ ബലി കൊടുത്ത് വമ്പൻ സ്രാവുകൾ രക്ഷപ്പെടുകയാണ് ഈ കേസിൽ, കോഴിക്കോട് കേസിൽ. നാണമുണ്ടോ ഈ പാർട്ടിക്ക്? PSC അംഗത്വത്തിന് വരെ CPM നേതാക്കൾ കൈക്കൂലി മേടിക്കുന്ന കാലം. അതുകൊണ്ട് തന്നെ NCPയിൽ, ജനതാദൾ എസിൽ, INLലെല്ലാം സമാനമായ ആരോപണങ്ങളുണ്ടായി. എല്ലാ ഘടകകക്ഷികളും കൂടി PSC അംഗത്വത്തെ ലേലത്തിൽ വെച്ചിരിക്കുക. ഇത്രയും ഒരു നാണം കെട്ട കാലം ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കേരളം അപമാനഭാരത്താൽ തലകുനിച്ച് നിൽക്കുന്ന ഒരു കാലം. അഴിമതിയോട് അഴിമതിയാണ്, മുകൾ തൊട്ട് താഴെ വരെ അഴിമതിയാണ്. മുകളിൽ ചെയ്യുന്നത് കൊണ്ടാണ് താഴെയുള്ളവരെ നിയന്ത്രിക്കാൻ പറ്റാത്തത്. ഇവരുടെ എല്ലാം സന്തത സഹചാരിയല്ലേ ഈ പ്രമോദ് കോട്ടൂലി? ഇവരാരും അറിയാതെയാണോ ഈ പണം മേടിച്ചിരിക്കുന്നത്? എങ്കിൽ എന്തുകൊണ്ട് അയാൾക്കെതിരായിട്ട് കേസെടുത്ത് അന്വേഷണം നടത്തിയില്ല? അയാൾക്കെതിരായിട്ടൊരു പരാതി വന്നപ്പോൾ വേറെ ആർക്കും പങ്കില്ലെങ്കിൽ എന്തുകൊണ്ടത് പോലീസിന് റെഫർ ചെയ്തില്ല? എന്തുകൊണ്ട് ചെയ്തില്ല? എന്തുകൊണ്ട് പാർട്ടി അത് നിഷേധിച്ചു? അപ്പോൾ അതിൽ ഒരു കാര്യമുണ്ട്. ഈ ചെറിയ സ്രാവ് മാത്രമല്ല, വമ്പൻ സ്രാവുകൾ ഈ കേസിൽ പെട്ടിട്ടുണ്ട്. അവരുടെ പേരുകൾ പുറത്തു വരുമെന്ന് ഭയന്നിട്ടാണ് പാർട്ടി പണം കൊടുത്ത് ഇത് ഒത്തുതീർപ്പാക്കിയിരിക്കുന്നത്. എന്നിട്ട് അവർക്കും പറയാൻ പറ്റില്ലല്ലോ പണം കൊടുത്തവർക്ക്, കാരണം അവർ കൈക്കൂലി കൊടുത്തതല്ലേ, അവർ കേസിൽ പ്രതിയാവില്ലേ? കാശ് കിട്ടിയപ്പോൾ അവർക്ക് സമാധാനമായി. ഇങ്ങനെ പാർട്ടി തന്നെ പോലീസ് സ്റ്റേഷനും പാർട്ടി തന്നെ കോടതിയുമായി കേരളത്തിൽ പാർട്ടി പ്രവർത്തകരുടെ കുറ്റകൃത്യങ്ങൾ. അപ്പോൾ 2 തരം പൗരന്മാരാണ് കേരളത്തിൽ. UDFകാർക്കെതിരായിട്ടാണെങ്കിലോ എന്താണ് കേസെടുപ്പ്? ഇല്ലാത്ത കേസിൽ വരെ കേസെടുക്കലാണ്. ഇത് ഉള്ള കേസ് പോലും എടുക്കുന്നില്ല. CPMനെ ഞങ്ങൾ തൊലി ഉരിഞ്ഞ് കാണിക്കും ഈ വിഷയത്തിൽ. ഈ വിഷയങ്ങളിലെല്ലാം ഈ പത്തനംതിട്ടയിലെ ക്രിമിനലുകളെ സ്വീകരിച്ചതും ഈ കോഴിക്കോടത്തെ ഈ PSC നിയമന കോഴയും ഞങ്ങൾ ജനങ്ങളിലേക്ക് പോവുകയാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും ഇത് സാധാരണക്കാരായ ആളുകളുടെ മുമ്പിൽ ഈ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ തനിനിറം എന്താണ് എന്ന് ഞങ്ങൾ കാണിക്കാൻ പോവുക. അതാണ് ചെയ്യാൻ പോകുന്നത്.